ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ബജറ്റ്. ജനപ്രിയമാണ് ബജറ്റ്. കേന്ദ്രത്തിന്റെ അവഗണനകളെ മറികടന്ന് സർക്കാർ കേരളത്തിന് വേണ്ടി സംസാരിക്കുകയായിരുന്നു 2025-26 ബജറ്റിലൂടെ. എന്തൊക്കെ വേണം, എവിടൊക്കെ വേണമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ധനമന്ത്രി KN ബാലഗോപാൽ രണ്ടാം പിണറായി സർക്കാർ സഭയിലെ അവസാന സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചത്. എല്ലാ മേഖലയ്ക്കും തുല്യ പ്രാധാന്യം നൽകുന്നതാണ് കേരളത്തിന്റെ അഞ്ചാമത്തെ ബജറ്റ്. കേരളത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള ബജറ്റിൽ സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. PWD റോഡുകൾക്ക് വേണ്ടി 3061 കോടിയാണ് വകയിരുത്തിയിരിക്കുന്നത്. തീരദേശ ഹൈവേ വികസനം, ഗതാഗത ഇടനാഴി, EV ചാർജിംഗ് സ്റ്റേഷൻ, 6 വരിപ്പാത പൂർത്തീകരണം എന്നിവയും ഇതിലൂടെ പൂർത്തീകരിക്കും. റോഡുകൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ കിഫ്ബി വഴി 1000 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിക്കായി 1160 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കേന്ദ്രം തിരിഞ്ഞു നോക്കിയിരുന്നില്ല. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയതും. പ്രതീക്ഷിച്ച സഹായങ്ങൾ ഒന്നും തന്നെ ലഭിച്ചില്ല എങ്കിലും സംസ്ഥാന സർക്കാർ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്നാണ് ബജറ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിന് ആദ്യ ഗഡുവായി 750 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ആരോഗ്യം, ടൂറിസം മേഖലയിൽ കേരളത്തിന് വലിയ സാധ്യതകളുണ്ടെന്നും അതുകൊണ്ട് തന്നെ പദ്ധതിക്കായി 50 കോടി രൂപയാണ് അനുവദിച്ചത്. ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാത്രമായി 10431.73 കോടിയാണ് വകയിരുത്തിയിരിക്കുന്നത്. തിരൂർ തുഞ്ചൻ പറമ്പിനോട് ചേർന്ന് MD സ്മാരകം നിർമ്മിക്കുമെന്നും പഠന കേന്ദ്രത്തിന് ആദ്യഘട്ടത്തിൽ 5 കോടിയും അനുവദിച്ചിട്ടുണ്ട്. കുടുംബശ്രീയെ ചേർത്ത് പിടിക്കുകയാണ് സംസ്ഥാന ബജറ്റ്. കുടുംബശ്രീക്കായി 270 കോടിയാണ് അനുവദിച്ചിരിക്കുന്നത്. കേരളത്തിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങൾ, കുടുംബശ്രീ എന്നിവ സംയോജിപ്പിച്ച് പ്രാദേശികമായി കളിപ്പാട്ട ഉൽപാദനത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നാണ് ബജറ്റിൽ ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനായി 5 കോടി രൂപ വകയിരുത്തിയിട്ടുമുണ്ട്. ഇതുകൂടാതെ കരകൗശല മേഖലയ്ക്ക് 4.1 കോടിയും ചകിരിച്ചോർ വികസന പദ്ധതിക്ക് 5 കോടിയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. KSRTCയുടെ വികസനത്തിനായി ബജറ്റിൽ നിരവധി പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പഴയ ബസ്സുകൾക്ക് പകരം ആധുനിക ഡീസൽ BS6 ബസ്സുകൾ വാങ്ങുന്നതിന് 107 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. KSRTC അടിസ്ഥാന സൗകര്യ വികസനം, ഡിപ്പോകളുടെയും വർക്ക്ഷോപ്പുകളുടെയും ആധുനികവൽക്കരണം തുടങ്ങിയവയ്ക്കായി 178 കോടി രൂപയും വകയിരുത്തി. രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ 6864.22 കോടി രൂപയാണ് KSRTCക്കായി അനുവദിച്ചിട്ടുള്ളത്. കൂടാതെ കണ്ണൂരിലും കൊട്ടാരക്കരയിലും IT പാർക്കുകൾ സജ്ജമാക്കുമെന്നാണ് ബജറ്റിലെ നിർണായക പ്രഖ്യാപനം. കണ്ണൂർ വിമാനത്താവളത്തിന് സമീപം 25 ഏക്കർ ക്യാമ്പസിൽ 5 ലക്ഷം ചതുരശ്രീ അടി വിസ്തീർണത്തിൽ കണ്ണൂരുകാർ കാലങ്ങളായി കാത്തിരുന്ന IT പാർക്ക് ഉയരും. ഇതിനായി 299.22 കോടി രൂപയാണ് കിഫ്ബി വഴി അനുവദിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം കൊല്ലം ഹൈടെക് ആകാനുള്ള വഴിയിൽ അതിവേഗം മുന്നേറുകയാണെന്ന് തെളിയിക്കുന്നതാണ് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ. ബജറ്റിൽ IT പാർക്കുകളുമായി ബന്ധപ്പെട്ട് 2 പ്രധാന പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭൂമിയിലോ IT പാർക്കുകൾ സ്ഥാപിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ഇതിന്റെ ഭാഗമായി കൊല്ലം കോർപ്പറേഷന് കീഴിലുള്ള ഭൂമി പ്രയോജനപ്പെടുത്തി കൊല്ലം നഗരത്തിൽ IT പാർക്ക് സ്ഥാപിക്കും. കിഫ്ബിയും കിൻഫ്രയും കൊല്ലം കോർപ്പറേഷനുമായി ഏർപ്പെടുന്ന കരാറിന്റെ അടിസ്ഥാനത്തിലാകും IT പാർക്ക് പദ്ധതിക്ക് രൂപം നൽകുന്നത്. 2025-2026 സാമ്പത്തിക വർഷത്തിൽ തന്നെ ആദ്യഘട്ട IT പാർക്കിന് രൂപം നൽകുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൊട്ടാരക്കരയിലെ രവിനഗറിൽ സ്ഥിതി ചെയ്യുന്ന കല്ലട ജലസേചന പദ്ധതി ക്യാമ്പസിലെ ഭൂമിയിലും IT പാർക്ക് വരും. 97,300 ചതുരശ്ര അടി വിസ്തീർണമുള്ള പാർക്കാകും നിർമ്മിക്കുക. ഈ പദ്ധതികൾ വിജയമായാൽ സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെയും സർക്കാരിന്റെയും ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമി പ്രയോജനപ്പെടുത്തി IT പാർക്കുകൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നാണ് ബജറ്റിലൂടെ ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. K-ഹോംസ് പദ്ധതിക്കായി 5 കോടിയാണ് ബജറ്റിൽ അനുവദിച്ചത്. കേരളത്തിൽ ആൾതാമസമില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ടൂറിസം വികസനത്തിന്റെ ഭാഗമായി വിനോദസഞ്ചാരികൾക്ക് താമസിക്കാൻ നൽകുന്നതാണ് പദ്ധതി. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, മൂന്നാർ എന്നിവിടങ്ങളിലെ 10 കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം പദ്ധതി നടപ്പിലാക്കുക. വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ പരിപാലനവും സുരക്ഷയും പദ്ധതിയിലൂടെ ഉറപ്പുവരുത്താനും കഴിയും.
കേരളത്തിന്റെ ദീർഘനാളായുള്ള സ്വപ്നമായിരുന്നു തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പദ്ധതി. ആ സ്വപ്നത്തിന് ചിറക് മുളയ്ക്കുകയാണെന്നതാണ് ബജറ്റിനെ ഏറ്റവും ജനപ്രിയമാക്കുന്നത്. കൊച്ചി മെട്രോ നിർമ്മാണത്തിന് വേണ്ടി 289 കോടിയാണ് അനുവദിച്ചിരിക്കുന്നത്. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, മൂന്നാർ തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽ പൈലറ്റ് പദ്ധതിയും നടപ്പിലാക്കും. കൂടാതെ ട്രാൻസ്ജെൻഡറുകൾക്കുള്ള മഴവിൽ പദ്ധതിക്ക് 5.5 കോടി, സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് 401 കോടി, സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിക്ക് 109 കോടി, 108 ആംബുലൻസിന് 80 കോടി, നോർക്കയ്ക്ക് 101 കോടി, വയനാട് തുരങ്കപാതയ്ക്ക് 2134 കോടി, കായിക യുവജന വികസനത്തിന് 145.39 കോടി, KCBക്ക് 1088 കോടി, കേര പദ്ധതിക്ക് 100 കോടി, വയോജന പരിപാലനത്തിന് 50 കോടി, സൈബർ ആക്രമണങ്ങൾ തടയാൻ 2 കോടി എന്നിവയൊക്കെയാണ് ഈ ബജറ്റിനെ ജനപ്രിയമാക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെ കേരള ജനതയ്ക്ക് ഏറ്റവും ആശ്വാസകരമായ ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. അതെ, LDF സർക്കാർ കേരളത്തിന്റെ ഗ്യാരണ്ടി തന്നെയാണ്.